നമസ്കാരം. കോതമംഗലം റിയലന്റ് ഫൗണ്ടേഷന്റെ സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ ഭാഗമായി കോതമംഗലം നഗരത്തിലെ ഗവൺമെന്റ് LP സ്കൂളിന് വാട്ടർ പ്യൂരിഫൈഡും നിർധനരായ സ്കൂൾ കുട്ടികൾക്കുള്ള കുടകളും നൽകി. സ്കൂളിന് വാട്ടർ പ്യൂരിഫൈഡും നിർധനരായ സ്കൂൾ കുട്ടികൾക്കുള്ള കുടകളും നൽകിക്കൊണ്ട് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV തോമസ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കോതമംഗലം റിയലന്റ് ഫൗണ്ടേഷൻ ചെയർമാൻ ജോസുകുട്ടി സേവർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റിയലന്റ് വൈസ് പ്രസിഡന്റ് എബിൻ ജെയിംസ്, AGM ഷാജൻ പീച്ചാട്ട്, സ്കൂൾ HM പ്രേമാമോൾ PV, PTA പ്രസിഡന്റ് ഷോബി ചാക്കോ, അധ്യാപികമാരായ ബിന്ദു സെബാസ്റ്റ്യൻ, ആമിന OM, ഷീന NS തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. സംസ്ഥാനത്ത് സാമൂഹ്യ വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലയിൽ സജീവ പ്രവർത്തനം നടത്തി വരികയാണ് റിയലന്റ് ഫൗണ്ടേഷൻ. ആദിവാസി മേഖലയിൽ ഉൾപ്പെടെ നിർധന പിന്നോക്ക വിഭാഗത്തിൽ ഉന്നത വിദ്യാഭ്യാസം നടത്തിവരുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ, ഗ്രാമീണ മേഖലയിലെ സർക്കാർ ആശുപത്രികൾക്ക് ഉപകരണങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള സാമഗ്രികൾ, ഭിന്നശേഷിക്കാർക്കും കിടപ്പ് രോഗികൾക്കുമുള്ള സഹായങ്ങൾ, ഓട്ടോ തൊഴിലാളികൾക്ക് യൂണിഫോം വിതരണം, സർക്കാർ സ്കൂളുകൾക്കും അംഗൻവാടികൾക്കും ഉപകരണങ്ങൾ നൽകൽ, പിന്നോക്ക മേഖലകളിലെ വനിതകൾക്കായി സ്വയം തൊഴിൽ പദ്ധതി, ലഹരി മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണം, പ്ലാസ്റ്റിക് ബോധവൽക്കരണവും തുണി സഞ്ചികളുടെ വിതരണവും, നിർധനരായ രോഗികൾക്ക് ചികിത്സാ സഹായം, സർക്കാർ വിദ്യാലയങ്ങൾക്ക് വാട്ടർ പ്യൂരിഫൈഡുകൾ, കായിക വിനോദ ഉപകരണങ്ങൾ തുടങ്ങിയവ നൽകുന്ന പദ്ധതികളും റിയലന്റ് ഫൗണ്ടേഷൻ നടപ്പാക്കി വരുന്നുണ്ട്. കാരണം ആവശ്യമുള്ളിടത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഒരു പ്രവർത്തനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ എത്തുള്ളൂ എന്നുള്ള വിശ്വാസങ്ങൾ മാത്രം തന്നെയാണ്. കാരണം ഈ സമൂഹത്തിൽ നിന്നാണ് റിലയന്റ് വളർന്നു വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ സമൂഹത്തിനോട് നമുക്ക് കടപ്പാട് കൂടിയുണ്ട്. ഒരു ചെറിയ വിഹിതം തിരിച്ച് ആ സമൂഹത്തിന് നൽകുക എന്നുള്ളത് അത് വളരെ കൃത്യതയോടുകൂടി തന്നെ എല്ലാ വർഷവും എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ എത്തിച്ചു കൊടുക്കാറുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അവസരങ്ങൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒന്നാണ്. കാരണം ഞങ്ങളുടെ മനസ്സിലും ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇന്ന് ഈ വർഷത്തെ കഴിഞ്ഞ ദിവസമായിരുന്നു ഉദ്ഘാടനം വെച്ചിരുന്നത്. പക്ഷെ അത് പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വന്നു. ഇന്ന് ഈ പ്രോഗ്രാം ഡേറ്റ് നേരത്തെ ഫിക്സ് ചെയ്തുകൊണ്ട് നടന്നു പോകുന്നതാണ്. ഈ വർഷത്തെ സ്കൂളുകളിലേക്കുള്ള സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ആദ്യപടിയായിട്ട് നടക്കുന്ന പ്രോഗ്രാമാണ് ഇന്നത്തേത്. അടുത്ത ദിവസം തന്നെ സെൻട്രൽ ക്രിസ്ത്യൻസിലും സ്കൂൾ യൂണിഫോം വിതരണങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് കുറച്ച് ഈ കുട്ടികളോട് തന്നെയാണ്. നമുക്കറിയാം എവിടെ പഠിക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് നാം എന്ത് പഠിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം.